ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മൾ ചുരുക്കം ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും ചാർലി ക്രിക്കിനെ പറ്റി. നമ്മൾ ഇന്ന് ചാർലി ക്രിക്കിൻ്റെ ഒരു വീഡിയോയെ പറ്റി സംസാരിക്കുവാനാണ് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത്. അതെ, ചാർലി ക്രിക്ക് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഇൻഫ്ലുവൻസർ ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് വെടിയേറ്റ് മരിച്ചു. ഒരു സംവാദത്തിന് ഇടയിൽ തന്നെ, സംവാദമല്ല, ആ ഒരു ഡിസ്കഷൻ ഇടയിൽ തന്നെ അദ്ദേഹം മരിക്കുകയുണ്ടായി. അതെല്ലാം ഇൻ്റർനെറ്റിലെല്ലാം വളരെ വലിയൊരു വാർത്തയായിരുന്നു. അമേരിക്കയിൽ തന്നെ വളരെ വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം, ലോകത്തിൽ ചാർലി കിർക്കിനെ പോലെയും മറ്റു ഇൻഫ്ലുവൻസർമാർ ഇനിയുമുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ചാർലി കിർക്കിനെ നല്ല കാര്യങ്ങളെല്ലാം ഞങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലേ? ആ ഒരു നല്ല ആശയങ്ങളൊക്കെ ഒരുപാട് പങ്കുവച്ച ഒരു ഫാമിലിനെ പറ്റിയും വിവാഹ ജീവിതത്തിനെ പറ്റിയും അതുപോലെയുള്ള നല്ല നല്ല ആശയങ്ങളൊക്കെ ഒരുപാട് പങ്കുവച്ച ആളാണ് ചാർലി കിർക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. പക്ഷേ അത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് പകരം ബൈബിളിൽ അതിനെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് കാണിക്കാനാണ് ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ലോകത്തിലുള്ള പല ഇൻഫ്ലുവൻസർമാരും അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവരുടെ എന്ത് ആശയങ്ങൾ വേണമെങ്കിൽ പങ്കുവച്ചോട്ടെ, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പലരും സ്വീകരിക്കാറുണ്ട്, അല്ലേ? പക്ഷേ തെറ്റായി ഇപ്പോൾ ഭക്ഷണത്തിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ആരോഗ്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിലൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മാറ്റാം, ചേഞ്ച് ചെയ്യുക. അതെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നീടാണെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതെ, പക്ഷെ നിത്യജീവനെ കുറിച്ചുള്ള കാര്യത്തിൽ ആരെങ്കിലും നമ്മളെ ഈ ഒരു വേറൊരു വഴിയിലൂടെ, തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളത് ബ്ലൈൻഡായിട്ട് ആ വ്യക്തി പറഞ്ഞു, അയാൾക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാനും ഫോളോ ചെയ്യാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കാതെ പോകുന്നത് ആരുടെ തെറ്റാണ്? നമ്മുടെ തെറ്റാണ്. അങ്ങനെ ഫോളോ ചെയ്തു പോയ അവസാനം നമ്മൾ മരിക്കുകയുണ്ടായി. നമ്മൾ തെറ്റായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, അതായത് അറിയാലോ, നിത്യനാശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ നമ്മളത് പരിശോധിക്കാനായിട്ടാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പൊ ഇവിടെ ഒരു വ്യക്തി, in order to be saved, do I need to be baptized? ഇതൊരു നല്ലൊരു ചോദ്യമാണ് ഈ ഒരു വ്യക്തി ചോദിക്കുന്നത്. അതായത് രക്ഷിക്കപ്പെടുവാൻ സ്നാനമേൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഒരു പയ്യൻ വന്ന് ചോദിക്കുകയാണ് ചാർലി കിർക്കിനോട്. The Bible is split on that. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബൈബിൾ അതിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ബൈബിൾ അല്ല ശരിക്കും വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, മനുഷ്യരാണ്. What do you think? Well, the one person that we know that entered eternal life, which was Jesus on the cross and the criminal next to him on the cross. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്നാനം ഏൽക്കാതെ തന്നെ ഒരാള് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, യേശുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട ആ ഒരു കള്ളൻ. അതാണ് ചാർലി കിർക്ക് പറഞ്ഞ ഒരു മറുപടി. Was guaranteed eternal life and was not baptized. That's true. അപ്പൊ ആ ഒരു കള്ളനെ രക്ഷ കിട്ടി, അതായത് നിത്യജീവൻ ഉറപ്പാക്കി കിട്ടി, അവൻ സ്നാനം ഏൽക്കാതെ തന്നെ. അത് അനവധി ആൾക്കാർ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. True. So what do you have to say about that? Here's what I have to say about that. The thief on the cross. Sure, he didn't get baptized. Okay. But I will argue that the thief on the cross was under the old covenant by the time that he died, because Jesus Christ had not yet died yet. He had not yet been buried or resurrected yet. Sure. And so therefore I believe the thief wasn't under the new covenant yet. ഇതൊരു നല്ലൊരു മറുപടി, കറക്റ്റ് ആയിട്ടുള്ളൊരു മറുപടിയാണ് ഈ ഒരു പയ്യൻ കൊടുത്തത്. കാരണം എബ്രായർ 9:16-17 വാക്യങ്ങൾ പ്രകാരം, അതായത് ഒരു നിയമം യഥാസ്ഥാനം, അതായത് പ്രാബല്യത്തിൽ വരുന്നത് ഏത് സമയത്താണ്? ഒരു നിയമമായാലും ഒരു വിൽപത്രമാണെങ്കിലും ആ ഒരു വിൽപത്രം എഴുതിയ ആളുടെ മരണത്തിന് ശേഷമാണ് നിലവിൽ വരുന്നത്. അതെ, യേശുക്രിസ്തു പോലും അതാണ്, ബൈബിളിൽ അതാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്രൂശിലെ കള്ളൻ പുതിയ ഉടമ്പടിയും കീഴായിരുന്നോ പഴയ ഉടമ്പടിയും കീഴായിരുന്നോ? പഴയ ഉടമ്പടിയും കീഴായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ബൈബിള് വായിക്കുമ്പോൾ. എബ്രായർ 9:16-17 ഗലാത്യർ 3-ാം അധ്യായമൊക്കെ വായിച്ചാൽ മതി. അപ്പൊ പഴയ ഉടമ്പടിയും കീഴ് സ്നാനമേൽക്കേണ്ട ആവശ്യമില്ല ശരിക്കും. പിന്നെ മർക്കോസ് 2:10 വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ ഒരു വ്യക്തി അത് പറയുന്നുണ്ട്. യേശുക്രിസ്തു, അതായത് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ, അവൻ മനുഷ്യനായ ജീവനോടെ ഇരുന്നപ്പോൾ അവന് പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നു എന്ന് മർക്കോസ് 2:10 വാക്യത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ നമുക്കിത് തുടർന്ന് കാണാം. നിങ്ങളൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. Because Jesus Christ was on earth, he had the power, he had the ability to forgive sins while he was on earth. So yeah, I guess the hypothetical is this: if somebody is on their deathbed and they're 91 years old and they give their life to Jesus and they haven't yet been baptized, do you think God would deny them entrance into eternal life? അപ്പൊ ഇതൊരു നല്ലൊരു ചോദ്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ ഒരു ചാർലി കിർക്ക് എന്ന് പറഞ്ഞൊരു ഈ ഒരു വ്യക്തി, വളരെ പ്രശസ്തനായിരുന്ന ഒരു വ്യക്തി ചോദിക്കുന്നത് വളരെ നല്ലൊരു ചോദ്യമായിട്ട് തോന്നും. പക്ഷെ അത് അനവധി ആൾക്കാർ ചോദിക്കുന്നതുമാണ്. അപ്പോൾ ഒരാൾ സ്നാനമേറ്റിങ് ഇല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്ക്. വളരെ പ്രായം ചെന്നൊരു വ്യക്തി,
91 വയസ്സുണ്ട്, അയാൾ മരിക്കാനായി കിടക്കണേ, അയാൾക്ക് സ്നാനമേൽക്കാനായിട്ട് സമയമില്ല, ആകെ കുറച്ച് മിനിറ്റുകളെ ബാക്കിയുള്ളു. ആ ഒരു മിനിറ്റുകളിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം സ്നാനമേൽക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. അപ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ മറുപടി കേൾക്കാം. I believe Just answer the in question. the scriptures, such as John 3:5. You have to be born first, of course, in your mother's womb and born again by. അപ്പൊ ഈ ചാർലി കിർക്കിന് ബൈബിളൊക്കെ വാക്യങ്ങളൊക്കെ ഒരുപാട് അറിയാട്ടോ. അതായത് യോഹന്നാൻ 3:5 വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, പിന്നെ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ സാധിക്കില്ല എന്നുള്ള യോഹന്നാൻ 3-ാം അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ അറിയാം. ഈ ഒരു പയ്യൻ അത് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പയ്യൻ പറഞ്ഞ വേറൊരു മറുപടി, 91 വയസ്സ് വരെ ജീവിച്ച ആ ഒരു വ്യക്തി അല്ലെ, 91 വയസ്സ് വരെ, എന്നിട്ടും അത്രയും നാള് ദൈവത്തിനെ അന്വേഷിക്കുക, ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞ് ജീവിച്ച ആ വ്യക്തി 91-ാമത്തെ വയസ്സിൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ സ്നാനപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? അയ്യോ എനിക്ക് നരകത്തിനെ പേടിയാന്ന് പറഞ്ഞ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റണാണോ? കാരണം ആ ഒരു അത്രയും വർഷം 91 വർഷം ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ അപ്പൊ അത് ദൈവം സ്വീകരിക്കുന്നതല്ല എന്നാണ് ഈ ഒരു പയ്യൻ പറഞ്ഞത്. അത് പോരാ എന്നാണ്. കാരണം ഇത്രയും വർഷം ജീവിച്ചപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഇത് അനുസരിച്ചില്ല? അവസരം കിട്ടാത്തതുകൊണ്ടാണോ? അല്ല, പുള്ളി അത് അന്വേഷിച്ചില്ല, പുള്ളി അതിനെ മനസ്സിലാക്കിയില്ല എന്നാണ് നമുക്ക്. അതെ, മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല, മനസ്സിലാക്കിയിട്ടും അനുസരിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റില്ല. The water of baptism. I know it's the discourse with Nicodemus in John 3. I'm aware, but just answer the question, because I agree with all the scriptures you'll cite with baptism, but Give that reason. Give the hypothetical. ഒന്നും കൂടി ആ ഒരു ചോദ്യം ചോദിക്കണേണ്. 91 years old. And they legitimately give their life to Christ. What does that look like? അപ്പൊ ഈ ഒരു വ്യക്തി പിന്നെയും ചോദിക്കുകയാണ്, ചാർലി കിർക്ക് വീണ്ടും ചോദിക്കുകയാണ്, 91 വയസ്സുള്ള ഒരു വ്യക്തി, അവര് വളരെ ലെജിറ്റിമേറ്റ്ലി എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു എല്ലാ നിയമങ്ങളും അനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഒരു രീതിയിൽ അദ്ദേഹം അവരുടെ ജീവൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തി വേണ്ടി അതെങ്ങനെ സമർപ്പിക്കുന്നു ചോദിച്ചപ്പോൾ ആ ഒരു പാപികളുടെ പ്രാർത്ഥിച്ചു. പിന്നെ മുഴുവനായിട്ട് പരിശുദ്ധാത്മാവെന്ന് മുഴുവനായിട്ട് ജീവിതം ചേഞ്ച് ചെയ്തു ആ 91 വയസ്സുള്ള വ്യക്തി. അങ്ങനെയാണ് ചാർലി കിർക്ക് പറഞ്ഞത്. പക്ഷെ നമുക്ക് യെശയ്യാവ് 59:1-2 വായിക്കുമ്പോൾ കാണാം, അത് ഈ ഒരു പയ്യൻ പറഞ്ഞ മറുപടിയല്ല, ബൈബിളിലുള്ളതാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്നുള്ളത്. അതെ. പിന്നെ യോഹന്നാൻ 9:30 നമുക്കത് കാണാൻ പറ്റും, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഓക്കെ, the sinner's prayer, meaning it, believing it. I am a sinner, I'm broken, I live my life in distance from God in sin. I believe Jesus is my Lord and Savior. He's entered in my life. The Holy Spirit comes, full transformation, but there's really not an opportunity to baptize that person. Would God deny them entrance into heaven? So there's no opportunity. അപ്പൊ അങ്ങനെ ആ ഒരു വ്യക്തി മാറിക്കഴിഞ്ഞാൽ 91-ാം വയസ്സിൽ പ്രാർത്ഥിച്ച് മുഴുവനായിട്ട് ചേഞ്ച് ചെയ്ത് അവസാനം മരിച്ച്, അപ്പൊ ദൈവം അവരെ സ്വർഗത്തിലേക്ക് വരുന്നതിൽ നിന്ന് തടസ്സം ചെയ്യുമെന്നാണ് ചാർലി കിർക്ക് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി നിങ്ങൾക്ക് കണ്ടെത്താം വചനപ്രകാരം. For baptism, giving their life to Christ. Oh wow, putting me on the tough spot. ഈ ഒരു പയ്യനെ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. This hypothetical 91-year-old man who's on his deathbed. നല്ലൊരു മറുപടി ആയിരുന്നു. അദ്ദേഹത്തിന് ആ 91 വയസ്സുള്ള വ്യക്തി മുഴുവൻ ജീവിതം ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണോ വേണ്ടെന്ന് അന്വേഷിക്കാൻ. പക്ഷെ അദ്ദേഹം എന്നിട്ടും ചെയ്തില്ല എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. And for him to decide just last minute, actually I am scared of hell. I don't think it's enough. Okay, well, I disagree. Well, because again, I'll just go back to the one example we know of. അപ്പൊ ചാർലി കിർക്ക് വീണ്ടും ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചാർലി കിർക്ക് വീണ്ടും ക്രൂശിലെ കള്ളനിലേക്ക് വീണ്ടും പോയി. പക്ഷെ അത് ഓൾറെഡി പറഞ്ഞതാണ്, ക്രൂശിലെ കള്ളൻ പഴയ ഉടമ്പടിയും കീഴായിരുന്നു. അങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് കാണാം, പിന്നെ ഈ ഒരു ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ ഈ ഒരു വ്യക്തി നേരെ ചാർലി കിർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി നേരെ അവന്റെ ടീഷർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കാരണം വിഷയത്തിൽ നിന്ന് അവർ തെന്നി മാറ്റുകയാണ്. അദ്ദേഹം പഠിച്ച ഒരു ടെക്നിക്കാണ് സംവാദകൻ എന്ന നിലയിൽ. അതായത് വിഷയം മാറ്റുക, പറയാൻ പറ്റുന്ന മറുപടികൾ കിട്ടിയില്ലെങ്കിൽ വിഷയം മാറ്റിക്കളയുക. പിന്നെ ആ ഒരു ടീഷർട്ടിനെ കുറിച്ചാണ് അവസാനം വരെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം, ബൈബിൾ പ്രകാരം ഒരു വ്യക്തി
രക്ഷിക്കപ്പെടുവാൻ സ്നാനമേൽക്കണമെന്നുള്ളതിന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മർക്കോസ് 16:16 വാക്യം വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു, നിങ്ങൾക്ക് തീരുമാനിക്കാം ചാർലി കിർക്ക് പറഞ്ഞത് ചെയ്യണമോ അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞത് ചെയ്യണമോ. യേശുക്രിസ്തു പറഞ്ഞത് ചെയ്തു കഴിഞ്ഞാൽ 100% നിത്യജീവൻ ഗ്യാരണ്ടിയാണ്. ചാർലി കിർക്ക് പറഞ്ഞത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് തപ്പിത്തടയേണ്ടി വരും. മർക്കോസ് 16:16 വായിക്കാം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. ഒന്നാലോചിച്ച് നോക്കേ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്പെടും എന്നാണ്, അല്ലാതെ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ സ്നാനമേൽക്കാനാണോ പറഞ്ഞത്? അല്ലല്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. കാരണം വിശ്വസിക്കണേന്റെ കൂടെയുള്ള ഒരു കാര്യമാണ് സ്നാനം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒന്നും കൂടി വായിക്കാം. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം സകല ജാതികളോടും സുവിശേഷം അറിയിക്കാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോസ്തലന്മാരാണ് ആദ്യമായിട്ട് ഇത് തുടങ്ങിയത്. പെന്തക്കോസ്ത് നാളിൽ ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആദ്യമായിട്ട് പത്രോസ് അവരോട് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളെല്ലാവരും സ്നാനമേൽക്കണമെന്നില്ല, ഒരു പ്രായമായവരൊക്കെ നിങ്ങൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, എന്നിട്ട് എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. എല്ലാവരോടും ഒരുപോലെയാണ്. ഒന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:38 നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ്, അതായത് ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ലഭിക്കും. അപ്പൊ പാപമോചനം ലഭിക്കണമെങ്കിൽ സ്നാനം ആവശ്യമാണ്. യേശുക്രിസ്തു പറഞ്ഞു രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരാൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇനിയും ഒരുപാട് വാക്യങ്ങൾ വേണമെങ്കിൽ പറയാം. പക്ഷേ അവസാനമായിട്ട് ഒരു വാക്യം കൂടി വായിക്കാം. റോമർ 2:11 വാക്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് ബൈബിളിൽ കാണാം. ദൈവം ഒരാളോട് വേറൊരു രീതി, മറ്റൊരാൾ 91 വയസ്സുള്ള ഒരു വ്യക്തിയോട് വേറൊരു രീതി, അങ്ങനെയല്ല. ദൈവം എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. റോമർ 2:11 നമ്മൾ വായിച്ചത്. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പക്കൽ ഒരു മുഖപക്ഷമില്ല. എല്ലാവരോടും ഒരേപോലെയാണ് ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്. പഴയ ഉടമ്പടിയിലുള്ളവരോട് പഴയ ഉടമ്പടിയിൽ വെച്ചിട്ടായിരിക്കും ദൈവം ന്യായം വിധിക്കുന്നത്. പുതിയ ഉടമ്പടിയും കീഴുള്ളവരോട് നിങ്ങൾ പഴയ ഉടമ്പടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ, വിശ്വസിച്ചോ, അങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത്. പുതിയ ഉടമ്പടിയും കീഴ് ദൈവം എന്താണോ എഴുതി വെച്ചിരിക്കുന്നത്, അത് യോഹന്നാൻ 12:48 എൻ്റെ വചനങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കാൻ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് ആർക്കും ഇന്നൊരു ഒഴികഴിവില്ല. അപ്പൊ വീണ്ടും പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസർമാർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ ദൈവത്തിന്റെ വചനത്തിലേക്ക്, ബൈബിളിലേക്ക് നോക്കുക. എന്നിട്ട് നമുക്ക് രക്ഷയുടെ, കാരണം നമ്മുടെ നിത്യജീവനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ അവരുടെ രീതിയിൽ അവരെ അനുസരിച്ച് ഫോളോ ചെയ്ത് നമ്മൾ പരിശോധിക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അവസാന നാളിൽ നമുക്ക് ഒരു ഒഴിവ് കഴിവും പറയാനുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊരു ചെറിയ വീഡിയോ ആക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു വ്യക്തിയെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം വളരെ നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച ഒരാളാണെന്ന് വീണ്ടും പറയുന്നു. വളരെ ഒരുപാട് യൗവനക്കാരെ നല്ല വഴിയിലേക്കൊക്കെ ഒരുപാട് കൊണ്ടുവന്നു. പക്ഷേ ഇതിൽ ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യത്തിലും. കാരണം ദൈവത്തിന്റെ വചനം വെച്ചാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചത്. കാരണം നിങ്ങൾക്കും ഈ ഞങ്ങൾ പറഞ്ഞ വചനങ്ങൾ ബൈബിൾ പരിശോധിച്ച് നോക്കാം. ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട്. പിന്നെ ഇതിനെപ്പറ്റി മറ്റു വീഡിയോസ് ഇട്ടുണ്ട്. പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടി എന്താണെന്നുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ. നിങ്ങൾക്ക് പരിശോധിക്കാം. സ്നാനത്തെക്കുറിച്ചുള്ള വീഡിയോസും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വീഡിയോസും. പിന്നെ ഈ ചാർലി കിർക്കിന്റെ ഈ ഒരു വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു സഹായപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു. താങ്ക് യു.